പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. തീമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നാം ചിന്തിച്ചു വന്ന ഭാഗം ദൈവസ്നേഹം ഉളവാകുവാനും അനുഭവിക്കുവാനും വേണ്ടതായ 3 ആവശ്യമായ യോഗ്യതകളാണ്. 1, നല്ല മനസാക്ഷി. 2, നിർവ്യാജ വിശ്വാസം. 3, ശുദ്ധഹൃദയം. നിർവ്യാജ വിശ്വാസം, വ്യാജമില്ലാത്ത ശുദ്ധമായ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസം, ദൈവം പ്രസാദിക്കുന്നതായ ഒരു വിശ്വാസം, ദൈവത്തോട് അടുത്ത് ചേർന്ന് നിൽക്കുന്നതായ വിശ്വാസം, കർത്താവിനെ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു വിശ്വാസം.
എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും യേശുക്രിസ്തുവിനെ എപ്പോഴും വ്യക്തിപരമായി അനുഭവിക്കുന്ന ആ കൃപാ വലയത്തിൽ നിൽക്കുന്നതായ വിശ്വാസം, ആരെയും കുറ്റപ്പെടുത്താത്ത വിശ്വാസം, വാഗ്വാദങ്ങളോ തർക്കങ്ങളോ ഇല്ലാത്ത വിശ്വാസം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണവരോടുള്ള ആ അനുകമ്പയുള്ളതായ വിശ്വാസം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിർവ്യാജമായ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് വീണുപോയതായ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഒന്ന് ഹുമനയോസ്, മറ്റൊന്ന് അലസന്ദ്രൻ. ഇവർ രണ്ടുപേരും മാനസാന്തരപ്പെട്ടവരായിരുന്നു. അപ്പോസ്തലൻ എഫേസോസിൽ വേല ചെയ്ത് അവിടെ താമസിച്ച കാലത്ത് അന്ന് ഉണർത്തപ്പെട്ടതായ രണ്ട് ദൈവമക്കളാണ് അവർ. ഈ ഹുമനയോസും അതുപോലെ അലസന്ദ്രനും. മറ്റുള്ള കുറേ പേരുടെയും പേര് പറയുന്നുണ്ട്. ഇവരെക്കുറിച്ച് പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം, അവരുടെ നല്ല മനസ്സാക്ഷി അവർ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അതുമൂലം അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അവർ ദൂഷണം പറയുന്നവരായിരുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൂഷണം പറയാതിരിക്കാൻ അവർ പഠിക്കണം. ദൂഷണം പറയുന്ന സ്വഭാവം അവർക്കുണ്ട്. ദൂഷണം പറയാതിരിക്കാൻ അവർ പഠിക്കണം. ആ പഠിക്കാൻ വേണ്ടി എന്തു ചെയ്തു? ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലൻ വേദനയോടെയാണ് അങ്ങോട്ട് ഈ കാര്യം പറയുന്നത്. സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൈവിടുന്ന ഒരു അനുഭവമല്ലേ? I had to give them over to Satan to punish them until they could learn not to blame shame to my name. എൻ്റെ നാമത്തിന് നാണം വരുത്താതിരിക്കേണ്ടതിന് അവർ പഠിക്കണം. ദൂഷണം പറയാതിരിക്കാൻ അവർ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് സാത്താനെ ഏൽപ്പിക്കേണ്ടി വന്നു. I had to give them over to Satan to punish them. എൻ്റെ ദൈവമേ, അവരെ ശിക്ഷിക്കാൻ അനുവദിച്ചു. സാത്താനെ ഏൽപ്പിച്ച സാത്താൻ തീർച്ചയായിട്ടും അവനിലുള്ള ആ പാപത്തെ അവകാശം പറഞ്ഞ് അവനെ ശിക്ഷിക്കും. കെടുതികൾ വരുത്തും, തലമുറകൾക്ക് ദോഷം വരുത്തും, നഷ്ടങ്ങൾ വരുത്തും, സമാധാനം നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ ശിക്ഷ അതൊക്കെയല്ലേ? ഐ ഹാഡ് ടു ഗിവ് ദം ഓവർ ടു സൈറ്റൻ. സാത്താനെ അവരെ ഏൽപ്പിക്കാൻ കാരണം, അവരെ വിട്ടുകൊടുക്കാൻ കാരണം, അവർ വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്നുള്ളതാണ്. അവർ ദൂഷണം പറയാതിരിക്കണം. വിശ്വാസക്കപ്പൽ തകർന്നപ്പോൾ സ്വഭാവത്തിൽ മാറ്റം വന്നു, പാപം ഇരച്ചു കയറി. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി, യേശുക്രിസ്തുവിനെ കർത്താവിന് രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനെ സ്വന്തമായ ഒരു വ്യക്തി മനഃപൂർവ്വം പാപത്തിലേക്ക് പിന്നെ ഇറങ്ങിപ്പോയ ദുരാത്മാവിന് പകരം വേറെ 7 ദുരാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരും. കർത്താവിൻ്റെ തിരുവചനമാണത്. കർത്താവ് പറഞ്ഞതാണ്. ഒരു ദുരാത്മാവ് ഇറങ്ങിപ്പോയി. സമർപ്പണം എടുത്തപ്പോൾ ഇറങ്ങിപ്പോയ ദുരാത്മാക്കൾ പാപം വീണ്ടും വന്നാൽ, വീണ്ടും പാപത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ, പ്രിയപ്പെട്ടവരെ, അവരിലേക്ക് ദുരാത്മാക്കൾ വീണ്ടും 7 ദുരാത്മാക്കൾ ഇരട്ടിയായിട്ട് പിന്നെയും വന്നു കയറി. അത്രമാത്രം ദോഷകരമാണത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദയിപ്പിക്കാനുള്ള ക്രോധാജ്ഞയുമേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു, ഒരു മാനസാന്തരം കിട്ടി, യേശുക്രിസ്തുവിൻ്റെ ജീവിതം കൈമാറി. അങ്ങനെ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതാണ് സ്വാഭാവികമായി വരേണ്ടത്. സ്വാഭാവികമായി വരുന്ന ഒരു ശിക്ഷയാണത്. മനഃപൂർവ്വം പാപം ചെയ്താൽ. മാനസാന്തരം അനുഭവിച്ചു, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, പക്ഷേ മനഃപൂർവ്വം പാപം ചെയ്യുന്നു. അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുള്ളതല്ല എന്ന് വീണ്ടും നമുക്ക് 6-ാം അധ്യായത്തിൽ വായിക്കാം. 6:4. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ
തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവന് യേശുക്രിസ്തുവിന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവന് നാണക്കേടുണ്ടാക്കുന്നവരാം ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. വീണ്ടും അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. അത്ര ബുദ്ധിമുട്ടാണത് കാര്യം. മനഃപൂർവ്വം പാപം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും പെയ്ത മഴ മാരി പോലെ സ്വർഗീയ മാരി പെയ്യുന്നു. വചനം, പ്രിയപ്പെട്ടവർ, നമ്മെപ്പോലെ തിരുവചനം ലഭിച്ചവരാരുണ്ട്? ദൈവം സമൃദ്ധിയായി സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ മാരി ചൊരിഞ്ഞ് നമ്മളെ കുടിപ്പിച്ച് തൃപ്തരാക്കി ആ അനുഗ്രഹത്തിൻ്റെ മഴയെല്ലാം അനുഭവിച്ചതിന് ശേഷം ദൈവത്തിന് ഹിതകരമായ, ദൈവത്തിന് രുചികരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഉടമസ്ഥന് രുചികരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനാണ് ഉടമസ്ഥൻ ഒരു സസ്യം നട്ടു വളർത്തുന്നത്. ഹിതകരമായ, രുചികരമായ അനുഭവം അതിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രതീക്ഷയോടെയാണ് കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അനേക പാപങ്ങൾക്ക് അടിമയായി ലോകത്തിൽ കെട്ടപ്പെട്ട് കിടന്ന നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന വേണ്ടാത്ത ജീവിതവും മദ്യപാനവും അശുദ്ധിയും പ്രിയപ്പെട്ടവരെ വേഷാദോഷങ്ങളും അങ്ങനെ ലോകത്തിൻ്റെ അഴുക്കിൽ കടന്ന അനേകരെ അല്ല അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് പ്രിയപ്പെട്ടവരെ അനേകർക്ക് വേദന ഉണ്ടാക്കിക്കൊണ്ട് ജീവിച്ച് അനേകരെ കർത്താവ് കരുതി കൂട്ടിക്കൊണ്ടുവന്ന് സ്നേഹച്ചങ്ങല കൊണ്ട് ബന്ധിച്ച് കൊണ്ടുവന്ന് സ്വർഗീയ മാരി പെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി. അതാണ് കൂട്ടായ്മ. അതാണ് സത്യത്തിൻ്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മ. അവർക്കെല്ലാം കർത്താവ് മാനസാന്തരം കൊടുത്തു, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. എന്നിട്ട് ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷം ഇനി ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഞാനൊരു തൈ നട്ടു വളർത്തി, ആ തൈ ഇനി വളർന്നു വലുതായി എനിക്ക് നല്ല ഫലം അതിൽ നിന്ന് കിട്ടുമല്ലോ, നല്ല ഫലം പുറപ്പെടുവിക്കുമല്ലോ. എനിക്ക് അവനെ ഇനിയും എൻ്റെ മകനാക്കി സ്വീകരിച്ച് എൻ്റെ കൂടെ അവനെ വളർത്തി എന്നോട് പറ്റിച്ചേർന്നവൻ വളർന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് അവൻ എന്നോടുകൂടെ നിത്യതയിൽ സ്വർഗത്തിൽ എന്നോടുകൂടെ ഇരുത്താൻ ഈ മകനെ എനിക്ക് കിട്ടിയല്ലോ. ഉടമസ്ഥന് വലിയ സന്തോഷം, ഉടമസ്ഥന് വലിയ സന്തോഷം. പ്രിയപ്പെട്ടവർ, ഈ നല്ല ഫലം ശേഖരിച്ച് തൻ്റെ പത്താഴ്ച ശേഖരിച്ച് വയ്ക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, പക്ഷേ മോനെ, കർത്താവിൻ്റെ പ്രതീക്ഷകൾ തെറ്റിയോ? നീ മൂലം ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ തെറ്റിയോ? ഹിതകരമായ തൊട്ടുള്ള അല്ല നീ പുറപ്പെടുവിച്ചത്. ദൈവത്തിന് സ്തോത്രം. മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ, മുള്ളും ഞെരിഞ്ഞലും പുറപ്പെടുവിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകയത്രേ അതിന്റെ അവസാനം. ദൈവമേ, വലിയൊരു ന്യായവിധി, ചുട്ടുകളയുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധി ഉണ്ട് കേട്ടോ, ഒരു ന്യായവിധി ഉണ്ട്. കർത്താവ് ഇത്രയും വില കൊടുത്ത്, തൻ്റെ തിരുരക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് മേടിച്ച് നമ്മെ തൻ്റെ മക്കളാക്കി, നമ്മെ പുതിയ സൃഷ്ടികളാക്കി, നമ്മിൽ നിന്ന് വലിയ വലിയ പ്രതീക്ഷയോടെ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് നാം പ്രിയപ്പെട്ടവരെ മനഃപൂർവ്വം പാപം ചെയ്ത് കയ്പുണ്ടാക്കുന്നതായ ഫലങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, അത് വലിയൊരു ചുട്ട് കളയുന്ന അനുഭവത്തിലേക്ക് ന്യായവിധിയിലേക്ക് വരും. നമുക്ക് വായിക്കാം, 1 പത്രോസ് 1:17 വായിക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ദൈവമേ, അന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ജീവിതത്തിൽ വന്നു പോകുന്നതായ ഈ വലിയ മാരകമായ പാപത്തിൻ്റെ ഘോരമായ അനുഭവങ്ങൾ അന്ന് യാതൊരു മുഖപക്ഷവും കൂടാതെ കർത്താവ് ന്യായം വിധിക്കും. ദൈവത്തിന് സ്തോത്രം. നാം ശരിയായൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വിശ്വാസത്തിൽ ജ്വലിച്ച് നിർവ്യാജമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി നാം ദൈവത്തിന് മധുരഫലം കൊടുക്കുന്നവരായി തീർന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്നെ നട്ടു വളർത്തി രക്തം നിനക്ക് മറുപടിയായി തന്ന് അവൻ്റെ വിയർപ്പൊഴുക്കി നിന്നെ രക്ഷിച്ച് നിന്നെ പരിശുദ്ധാത്മാവിൻ്റെ വചനം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത് നിന്നെ വളർത്തിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേദനിക്കും, പരിശുദ്ധാത്മാവിനെതിരായ പാവമായി മാറും. എല്ലാം അറിഞ്ഞിരുന്നിട്ടും മാനസാന്തരം വന്നിട്ടും
തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ പിന്നെയും മനഃപൂർവ്വം പാപം ചെയ്താൽ പ്രിയപ്പെട്ടവരെ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമായി ദൈവം കാണും. ദൈവത്തിൻ്റെ സ്തോത്രം. അവനാണ് ചുട്ടുകളയുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ വലിയൊരു ന്യായവിധി, കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ വലിയൊരു ന്യായവിധി എന്ന് അവിടെ നടപ്പാക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ ഇല്ലാത്തവർക്കെല്ലാം ഒരു രണ്ടാം മരണമുണ്ട്. അവിടെ അഗ്നി, തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് അവന് തള്ളിയിടുന്ന അനുഭവമാണ്. ചുട്ടുകളയുക അത്രേ അതിൻ്റെ അന്ത്യം. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനോട് കൂടെ നിത്യ യുഗങ്ങൾ എൻ്റെ ദൈവമേ വിശുദ്ധന്മാരോടൊത്ത് മാലാഹമാരോടൊത്ത് സ്വർഗീയ സൽഭവനത്തിൽ എൻ്റെ ദൈവമേ യേശുവിൻ്റെ പൊന്നുമുഖം കണ്ട് തിരുമുഖം കണ്ട് അവനെ ആരാധിക്കുന്ന ആ വലിയ സംഘത്തിൻ്റെ കൂടെ ഞാനും ചേർന്ന് അവനെ ആരാധിക്കാനുള്ളവനാണ്. പക്ഷേ ഇന്ന് പ്രിയപ്പെട്ടവരെ പാപത്തിലായിപ്പോയോ, വീണ്ടും പാപത്തിൽ വീണുപോയോ എങ്കിൽ വലിയൊരു ഘോരമായ ന്യായവിധിയാണ് നിന്നെ കാത്തിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഈ കൃപയുടെ കാലത്ത് ഇനിയും നിനക്ക് അവസരം എൻ്റെ കർത്താവ് തരികയാണ്. അതൊരു സ്പെഷ്യൽ പ്രൊവിഷനായിട്ട് നാം എടുക്കണം പ്രിയപ്പെട്ടവരെ. എന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കർത്താവേ, ഞാനിന്ന് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി, എൻ്റെ ദൂഷണ സ്വഭാവം മനസ്സിലാക്കി, എൻ്റെ വഴക്കടിക്കുന്ന സ്വഭാവം മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൽ വന്നു കയറിയ അശുദ്ധിയും പാപവും എല്ലാം ദൈവമേ ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പാപിനിയായ സ്ത്രീ ആ പൊന്നുതപ്പാത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കണ്ണുനീര് കൊണ്ട് പാദം കഴിയതുപോലെ കർത്താവേ, എൻ്റെ കണ്ണുനീര് തൃപ്പാദത്തിലേക്ക് ഞാൻ പൊഴിക്കുകയാണപ്പാ. എന്നോട് മനസ്സലിയണമേ. എനിക്ക് യോഗ്യതയില്ല, മോചന യോഗ്യത ഇല്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമെയ്യും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്യണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചു. മോചന യോഗ്യത എന്നിലില്ല എങ്കിലും എന്നിലിരിക്കും എൻ്റെ അകത്തിരിക്കുന്ന നിൻ്റെ തിരുശരീരവും തിരുരക്തവും മൂലം ദൈവമേ എന്നോട് കരുണ ചെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലണം. യേശുവേ, നീ എനിക്ക് വേണ്ടിയല്ലേ മരിച്ചത്? നിൻ്റെ രക്തം ഊറ്റിയത് എനിക്ക് വേണ്ടിയല്ലേ കർത്താവേ? ആ വിലയേറിയ രക്തമല്ലേ എനിക്ക് മറുപടിയായി കൊടുത്തത്? എന്നെ നിൻ്റെ മകനാക്കാനല്ലേ കർത്താവേ? എന്നാൽ ഞാൻ വീണുപോയി അപ്പാ, ഞാൻ സമ്മതിക്കുന്നു അപ്പാ. സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി. നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. നിൻ്റെ ഭവനത്തിൽ ഒരു അടിമയെപ്പോലെയെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് പറയാം പ്രിയപ്പെട്ടവർ. മകനെപ്പോലെ സ്വീകരിക്കണമെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല കർത്താവേ. ഒരു അടിമയെപ്പോലെ, ഒരു കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ സ്വീകരിക്കാമോ? നമുക്ക് നിലവിളിച്ചുകൊണ്ട് തൃപ്പാദത്തിലേക്ക് ചെല്ലാം പ്രിയപ്പെട്ടവർ. വലത്തുള്ളവരോട് അരുളി ചെയ്യുന്നതായ ഇമ്പകരമായ ശബ്ദം കേൾപ്പിക്കും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ, വരുവീൻ. ഓ ദൈവം, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി കൊഴുവിനെന്ന് പറയുന്ന വലത്തു ഭാഗത്തുള്ളവരോട് കൂടെ അവകാശം തരും പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഇന്ന് നീ അതിന് തയ്യാറില്ലെങ്കിൽ, ഇന്ന് നീ ആ വലിയ കർത്താവിൻ്റെ കരുണ നീ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ, ആ സ്പെഷ്യൽ പ്രൊവിഷൻ കർത്താവ് തരുമ്പോൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ, എൻ്റെ പ്രിയനെ പിന്നെ കേൾക്കുന്ന ശബ്ദം ശപിക്കപ്പെട്ടവരേ എന്നാണ്. ശാപത്തിനടുത്തതാണത്. എൻ്റെ ദൈവമേ, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുവനെന്നാണ് പിന്നെ കൽപ്പിക്കാനുള്ളത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്ന വാക്യങ്ങളാണ് 34-ാം വാക്യവും 41-ാം വാക്യവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുകിൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിനെന്ന് കേൾക്കും. എൻ്റെ ദൈവമേ, എന്തൊരു സന്തോഷമായിരിക്കും. എൻ്റെ നാഥൻ്റെ നാവിൽ നിന്ന് വാക്ക് കേൾക്കുന്നത് എന്തൊരു സന്തോഷമായിരിക്കും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഓ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി കൊള്ളുവിൻ. എന്നാൽ അത് അന്ന് അല്ലെങ്കിൽ പിന്നെ വേറൊരു ഭാഗം മാത്രമേ അവിടെയുള്ളൂ. അതാണ് ന്യായവിധി. എന്താണ് ഞാൻ ന്യായവിധി? ഒരു രണ്ടാം മരണമുണ്ട്. ഓ ദൈവത്തിന് സ്തോത്രം. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക്, നരാഗ്നിയിലേക്ക് പോകുവീനെന്ന ആ ശാപകരമായ വചനം പ്രിയപ്പെട്ടവരെ നാം കേൾക്കേണ്ടി വരും. ന്യായവിധി ഇതാ വരുന്നു. ആ ന്യായവിധി ഒഴിഞ്ഞു പോകാനാണ് ദൈവം നമുക്ക് ഈ വചനം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് ചെല്ലാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ന്യായാധിപതേ, അങ്ങേ കരിശം ചേർത്ത കടത്താൽ എന്തല താഴ്ത്തരുതേ. വിധികേഹേ, മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമേയും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൽ സ്ലീബാ ഞാൻ കൂപ്പി പിഴപോക്കി. നിന്മേരുതിരങ്ങൾ ഹിതമോട് കരുണ മയനീശോ മമ നൽകി
നൽകുക മുക്തി. എനിക്ക് നീ മുക്തി തരണമേ, എനിക്ക് നീ മോചനം തരണമേ കർത്താവേ. ദൈവമേ, ഞാൻ ആ ശ്ലീബായെ വന്ദിക്കുന്നു, ആ പാദം ഞാൻ പൊത്തുന്നു കർത്താവേ. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാനിതാ എൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വരുന്നു. മോചന യോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമെയും രക്തവും ഓർത്ത് എന്നോട് കരുണ ചെയ്യണമേ. ഞാൻ നിനക്ക് വേണ്ടിയല്ലേ മോനെ മരിച്ചത്. ഈ ഒരു കാര്യം ഓർത്തുകൊണ്ടെങ്കിലും കർത്താവേ, എൻ്റെ പാപങ്ങൾ പരിഹാരം തരണമേ. എന്നെ നിന്റെ മകനാക്കി സ്വീകരിക്കണമേ, നിന്റെ മകളാക്കി തീർക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന മക്കളോടുകൂടെ ദൈവമേ ഇരിക്കുന്ന മഹാഭാഗ്യം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും സ്വപ്നം കാണണം. ദൈവത്തിന് സ്തോത്രം. നാം എന്താണ് വായിച്ചത് പ്രിയപ്പെട്ടവരെ? ഹുമനയോസും അലസന്തറും അതാ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അവർക്ക് ശിക്ഷ കൊടുക്കണം. ഐ ഹാഡ് ടു പണിഷ് ദം, ദ ലോർഡ് വിൽ പണിഷ് ഹിം, ദ ലോർഡ് വിൽ പണിഷ് ഹിം. വായിക്കാം 2 തീമോഥെയോസ് 4:14 മുതൽ 18 വരെയുള്ള വാക്യം. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. അലക്സാണ്ടർ അവനെനിക്ക് വളരെ ദോഷം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഈ അലക്സാണ്ടർ കർത്താവിൻ്റെ വചനത്തിന് എതിരായി നിന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനത്തിനെതിരായി നിൽക്കുക, ദൈവവേലയ്ക്ക് എതിരായി നിൽക്കുക, ദൈവവേലയെ തടയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു കെടുതിയാണത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ചെമ്പുപണിക്കാരൻ ദ കോപ്പർ സ്മിത്ത് അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. ദ ലോർഡ് വിൽ പണിഷ് ഹിം. അപ്പോസ്തലൻ അതാണ് പറയുന്നത്. അവർ ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വേലയെ തടഞ്ഞോ? ന്യായവിധി വന്നു കഴിഞ്ഞു. ദ ലോർഡ് വിൽ പണിഷ് ഹിം. കർത്താവ് അവനെ ശിക്ഷിക്കും. സ്തോത്രം. എത്ര കഠിനമായിട്ടാണ് പറയുന്നത്. ശ്രദ്ധിച്ചുകൊള്ളണം. എവിടെയെങ്കിലും നിങ്ങൾ ദൈവവേലയെ തടഞ്ഞോ? ദൈവത്തിൻ്റെ വചനം ഇറങ്ങുന്ന സ്ഥലത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും തടഞ്ഞോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂക്ഷിച്ചുകൊള്ളുക, കരഞ്ഞുകൊള്ളുക, തിരുത്തിക്കൊള്ളുക. ദ ലോർഡ് വിൽ പണിഷ് ഹിം. ദൈവത്തിന് സ്തോത്രം. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, വേദനയോടെ പറയുകയാണ്, ഞാൻ എൻ്റെ പ്രസംഗത്തിന് ആരും അനുകൂലം നിന്നില്ല, ആരും എനിക്ക് തുണയായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ ആ റോമൻ കൈസറുടെ ആ ന്യായവിധിയുടെ മുമ്പിൽ നിന്നപ്പോൾ, ഞാൻ കോടതിയുടെ മുമ്പിൽ നിന്നപ്പോൾ ആരും എന്നെക്കുറിച്ച് നല്ല വാക്ക് പറയാനുണ്ടായില്ല. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. ആരും എനിക്കൊരു തുണ നിന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അനേകർ അപ്പോസ്തലനെ ആ വലിയ നിർണായകമായ സമയത്ത് വിട്ടുപോയി എന്ന് പിന്നീട് അപ്പോസ്തലൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു ദൈവദാസൻ്റെ അനുഭവം അതാണ്. യഥാർത്ഥമായ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളുടെ അനുഭവം അതാണ്. എൻ്റെ കർത്താവിൻ്റെ ക്രൂസിലെ ആ ഭാവം, ക്രൂസിൽ എൻ്റെ കർത്താവ് പോകുമ്പോൾ, ക്രൂസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആരും കൂടെയില്ല. പ്രിയപ്പെട്ടവർ, സ്നേഹിച്ചവരാരും കൂടെയില്ല, കൂടെ നിന്നവരാരുമില്ല. അനുഭവങ്ങൾ കിട്ടിയവർ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ, രോഗം മാറിയവർ, മികച്ചവരെ ഓർത്തെന്നേൽപ്പിച്ച് കിട്ടിയവർ ആരും അപ്പോൾ കൂടെയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് ക്രിസ്തീയ ജീവിതം. ഒരു പ്രതിഫലവും ലോകത്തിച്ഛിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഈ ലോകത്ത് നിന്ന് ഒരിക്കലും നമുക്ക് ഒരു നല്ല പ്രതിഫലം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവേ, എൻ്റെ അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. എൻ്റെ ദൈവം എന്നെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്തെല്ലാം പീഡകളാണ് അപ്പോസ്തലൻ നേരിട്ടത്. പ്രിയപ്പെട്ടവർ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അങ്ങനെ കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമീൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ അലക്സാണ്ടർ ദൈവത്തിൻ്റെ വേലയെ തടഞ്ഞു, ദൈവത്തിൻ്റെ വചനത്തോട് എതിരായി നിന്നു. അത് വലിയൊരു ശിക്ഷാവിധി അവനും വരികയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ദൈവവേലയെ പുച്ഛിക്കുകയും ദൈവത്തിൻ്റെ സത്യാരാധനയെ നിന്ദിക്കുകയും ചെയ്തതായ മീഖൾ എന്ന് പറയുന്ന ശൗലിൻ്റെ മകൾക്ക് വന്നതായ
വലിയ ഒരു ശിക്ഷാവിധി നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവർ. ദാവീദ് വലിയ ആഘോഷത്തോടെ ദൈവത്തിൻ്റെ പട്ടവുമായി യെരൂശലേമിലേക്ക് കയറി വരുമ്പോൾ മീഖൾ അത് കണ്ടുകൊണ്ട് അങ്ങ് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ആ കിളിവാതിലിൽ കൂടി നോക്കി അവൾ നിന്ദിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പട്ടകം ചുമന്നുകൊണ്ട് ദൈവമേ സത്യാരാധനയോടെ ദൈവത്തെ ആർത്ത് പാടി സ്തുതിച്ചുകൊണ്ട് വലിയൊരു കൂട്ടം വരുമ്പോൾ ഇതാ ആ സ്ത്രീ മീഖൾ എന്ന് പറയുന്നതായ സൗലിൻ്റെ മകൾ ദാവീദിൻ്റെ ഭാര്യ അവിടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് അവൾ നിന്ദിച്ചു എന്ന് നാം കാണുന്നു. പിന്നീട് നാം വായിക്കുന്നുണ്ട് അവൾക്ക് ജീവപര്യന്തം കുട്ടികൾ ഉണ്ടായില്ല എന്ന്, തലമുറകൾക്ക് ദോഷം വന്നു. പ്രിയപ്പെട്ടവർ, ദൈവവേലയെ ഒരിക്കലും നാം ദുഷിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെന്ന് പറയുന്നു പ്രിയപ്പെട്ടവർ, ഒന്നൊരുവ്യാജമായ വിശ്വാസത്തിൻ്റെ ഉടമയാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രിയപ്പെട്ടവർ? യേശു ക്രിസ്തു എന്താണ് വിശ്വസിക്കേണ്ടത്? വേറെ ഒന്നും വേണ്ട. എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ദൈവമേ, എൻ്റെ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്തു. എൻ്റെ കർത്താവ് എൻ്റെ സ്വന്തമാണ്, ഞാൻ അവൻ്റെ സ്വന്തമാണ്. എൻ്റെ കർത്താവെ, എനിക്ക് എപ്പോഴും നിന്റെ സാന്നിധ്യം തരണം. എൻ്റെ കർത്താവിനോട് പറ്റിച്ചേർന്ന് എനിക്ക് നിൽക്കണം. ഇപ്പോൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അതിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ചെറിയ ഉടമ്പടി ചെയ്യാൻ കർത്താവിനോട്. കർത്താവെ, വന്നതെല്ലാം വന്നു. എൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം ആ തിരുരക്തം കാണിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന സമയം, തിരുവചനത്തിൽ കൂടെ കർത്താവ് നമുക്ക് പ്രത്യക്ഷനാകുന്ന സമയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാഹ്യമായ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ആന്തരികമായ ഹൃദയ കണ്ണുകളെ തുറക്കാം, കർത്താവിനെ കാണാം. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവർ. ആ രക്തം ഒഴുകി വരുന്നതായ തിരുമുഖം കാണൂ. കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ദൈവമേ ആ കാരിരുമ്പാണി അടിച്ചു കയറ്റിയ ആ തിരുമുറിവുകളിൽ നിന്ന് തിരുരക്തം ഒഴുകി വരുന്നത് കാണൂ പ്രിയപ്പെട്ടവർ. ക്രൂശൻ ചൂട്ടിലേക്ക് വന്ന് തൃപ്പാദത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ യേശുവോട് പ്രാർത്ഥിക്കർത്താവേ, ഇപ്പോൾ ആ തങ്ക തിരുരക്തം എൻ്റെ മേലൊന്ന് വീഴിക്കണമേ. എൻ്റെ ഈ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ തീർത്താൽ തീരാത്ത പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവേ. ന്യായവിധിയിലേക്ക് എന്നെ കടത്തിവിടല്ലേ കർത്താവേ. നീ മനസ്സലിഞ്ഞ് ദൈവമേ എൻ്റെ മേൽ തൃക്കരം ഒന്ന് വെച്ച് ആ തിരുരക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. എൻ്റെ ഓരോ സിരകളിൽ കൂടി ആ തിരുരക്തം ഒഴുകണമേ. തൃക്കരം എൻ്റെ ശിരസിൽ ഒന്ന് വെക്കണമേ കർത്താവേ. പാവം പറ്റിയ സ്ഥലത്ത് ആ തൃക്കരം ഒന്ന് വെക്കണേ കർത്താവേ. രോഗമുള്ള സ്ഥലത്ത് ആ തൃക്കരം ഒന്ന് വെക്കണമേ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആ തൃക്കരം ഒന്ന് വെക്കണമേ കർത്താവേ. എൻ്റെ രോഗമുള്ള ഭാഗത്ത് ആ തൃക്കരം ഒന്ന് വെക്കണമേ. എൻ്റെ കരങ്ങളിൽ എൻ്റെ യേശു ഒന്ന് പിടിക്കണമേ. ഹല്ലേലൂയ. എന്നെ ഒന്ന് ഉയർത്തണമേ, എന്നെ മാറോട് അടയ്ക്കണമേ, എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ജീവന് ഊതണമേ, പരിശുദ്ധാത്മാവിനെ ഊതണമേ കർത്താവേ. ആത്മാവിനെ പകരണമേ. ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. ഇനി ഞാൻ പാപത്തിലേക്കില്ല കർത്താവേ. ഇനി ഞാൻ എന്നും നിന്നെ മാത്രമാകാം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ തന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. എൻ്റെ മക്കളോട് എൻ്റെ കർത്താവ് സ്നേഹത്തോടെ റോട്ടേനാ സ്തോത്രം. പാപപരിഹാരപ്രദമായ തിരുരക്തവും തിരുശരീരവും ദൈവമേ ഞങ്ങൾക്ക് പൊഴിച്ചു തരുന്നതിനാ സ്തോത്രം. സകല നന്മകളാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. സ്തോത്രം.